സൂക്ഷിച്ചു പോയി വാ മക്കളെ. ഇറങ്ങാൻ നേരം മറിയം എല്ലാവരോടുമായി സങ്കടത്തോടെ പറഞ്ഞു. ഇതെന്നതാ അമ്മച്ചി, പിള്ളേര് പോയേച്ചും വരട്ടെ, ഇങ്ങനെ സങ്കടപ്പെടാതെ. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് റോസി ചിരിയോടെ പറഞ്ഞു. മറിയവും എല്ലാവരെയും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അവരുടെ മുഖത്തെ മങ്ങൽ കണ്ട് ജോയൽ വേഗം അവർക്കടുത്തേക്ക് ചെന്നു. എന്നതാ വല്യമ്മച്ചി മുഖത്തൊരു വൈക്ലഭ്യം? ഞങ്ങൾ പോയേച്ചും വേഗം ഇങ്ങ് വരത്തില്ലയോ? അവൻ അവരുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. എന്നാലും എല്ലാരും കൂടി ഒന്നിച്ചങ്ങ് പോകുമല്ലേ, അതുകൊണ്ടാ വല്യമ്മച്ചിക്ക് സങ്കടം. നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ആളും അനക്കവും ഒന്നും കാണുകയില്ല. അവരുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. അയ്യേ, ഇതെന്നതാ ഇത്? എൻ്റെ മറിയക്കുട്ടി കരയുവാണോ? ഇങ്ങ് വന്നേ, ഞാനൊരു രഹസ്യം പറയട്ടെ. ജോയൽ അവരെ തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് അവരുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചു. പോയേച്ചും വരുമ്പോൾ തോട്ട സ്പെഷ്യൽ നല്ല നാടൻ മുന്തിരിവീഞ്ഞ് കൊണ്ടുതരാം, ആരോടും പറയണ്ട. അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് രഹസ്യം പോലെ അവനത് പറയുമ്പോൾ മറിയത്തിന്റെ മുഖം ഒന്ന് തിളങ്ങി. അവർ ആണോ എന്ന പോലെ ജോയലിനെ നോക്കി. അവനൊന്ന് കണ്ണിറുക്കി ഒരു കള്ളച്ചിരിയോടെ അവരുടെ കവളിൽ മുത്തി. എന്നാ പിന്നെ വേഗം പോയേച്ചും ആ പിള്ളേരെ, കാത്തിരിക്കാൻ മേല. മറിയം ഉത്സാഹത്തോടെ പറഞ്ഞപ്പോൾ എല്ലാവരും അവരെ അന്തം വിട്ട് നോക്കിപ്പോയി. ഇത്രയും നേരം സെന്റി അടിച്ചു നിന്ന ആളാണോ അതെന്ന് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ഇവളുടെ മുഖം ഇങ്ങനെ തെളിയാൻ മാത്രം എന്ത് സൂത്രടാ ചെക്ക നീ അവളോട് പറഞ്ഞത്? സേവ്യർ രണ്ടിനെയും ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് തൽക്കാലം ആരും അറിയണ്ട, വരുമ്പോൾ കണ്ടങ്ങ് മനസ്സിലാക്കിയാൽ മതി. സേവ്യറിനെ പുച്ഛിച്ചുകൊണ്ട് ജോയൽ മുറ്റത്തേക്ക് ഇറങ്ങി. പോയേച്ചും വരാം, ടാറ്റ. ഉമ്മറത്ത് നിൽക്കുന്ന എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് യാത്രയായി. ഒരു ചെറിയ ട്രാവലറാണ് അവർ പോകുന്നത്. ആകെ 8 പേരാണ് പോകുന്നതെങ്കിലും ഒന്നിനും ഒരു കുറവും വരുത്തേണ്ടെന്ന് കരുതി എല്ലാം വിശാലമായി തന്നെ ചെയ്തു. അവരെ കൂടാതെ ഡ്രൈവർ മാത്രമാണുള്ളത്, അതും അവരുടെ വിശ്വസ്തൻ. എടാ, ആ ഷോപ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തണേ, അവിടെ നിൽക്കാമെന്നാ എൻ്റെ പെണ്ണ് പറഞ്ഞേക്കുന്നത്. അവൾ അവിടെ ഉണ്ട്. മെയിൻ റോഡിൽ കയറി കുറച്ച് മുന്നോട്ട് വണ്ടി കുതിച്ചപ്പോൾ തന്നെ ഓർഡറുമായി ലെവിൻ എത്തി. മുഖത്തൊരു അവിഞ്ഞ ചിരിയുമുണ്ട്. അവനെ നോക്കി ഒന്ന് തല ഉലുക്കിക്കൊണ്ട് ജോബിൻ ഡ്രൈവറിനോട് കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞ സ്ഥലം എത്തിയതും ഡ്രൈവർ റോഡിന്റെ ഒരു വശത്തേക്ക് വണ്ടി ഒതുക്കി നിർത്തി. അപ്പോൾ തന്നെ ലെവിൻ വണ്ടിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. എല്ലാവരും ആകാംക്ഷയോടെ അവന്റെ പെണ്ണിനെ കാണാനായി കാത്തിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലെവിൻ വണ്ടിയിലേക്ക് കയറി. അവനു പുറകെ ജീൻസും ക്രോപ്പ് ടോപ്പും ധരിച്ച ഒരു സുന്ദരി കുട്ടിയും അകത്തേക്ക് കയറി വന്നു. എല്ലാവരും അവളെ കണ്ണുകൾ വിടർത്തി നോക്കി. കാണാൻ നല്ല സുന്ദരിയാണ്. ഫെദർ കട്ട് ചെയ്ത നീളമുള്ള ചെമ്പൻ മുടിയിഴകളും വെളുത്തു മെലിഞ്ഞ ശരീരവും വിടർന്ന കണ്ണുകളുമുള്ള ഒരു സുന്ദരി കുട്ടി. അവളുടെ അഴകിനെ വർദ്ധിപ്പിക്കുന്നത് അവളുടെ കട്ടിയുള്ള കൂട്ടുപിരികങ്ങളാണ്. ആരെയും ആകർഷിക്കാൻ കഴിവുള്ള അവളുടെ വില്ല് പോലത്തെ വളഞ്ഞ പുരികക്കൊടികൾ. എടാ, ഇതാണോ നിന്റെ പെണ്ണ്? കാശി വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. ലെവിൻ ഷർട്ടിന്റെ കോളർ ഒന്ന് പിറകിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഗമയോടെ അതേന്ന് തലയാട്ടി. മാധു, ഇതാണെന്റെ തലതിരിഞ്ഞ കസിൻസ് ആൻഡ് ദെയർ പാർട്ണേഴ്സ്. ലെവിൻ വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൂട്ടി. മാധു എല്ലാവരെയും നോക്കി ചിരിച്ചു. എല്ലാവരും അവൾക്ക് കൈകൊടുത്തുകൊണ്ട് അവളെ പരിചയപ്പെട്ടു. ഡ്രൈവർ അപ്പോഴേക്കും വണ്ടി മുന്നോട്ടെടുത്തു. പെൺപിള്ളേര് അപ്പോൾ തന്നെ മാധുവിനെ വളഞ്ഞു. അവർ അവളെയും വിളിച്ചുകൊണ്ട് ബാക്കിലെ സീറ്റിലേക്ക് കൊണ്ടുപോയി വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ലെവിൻ അപ്പോഴും ഞാൻ എന്തോ വലിയ സംഭവം ആണെന്ന പോലെ വെയിറ്റിട്ട് നിൽപ്പുണ്ട്. ജോബിനും കാശിയും ജോയലും പരസ്പരം നോക്കിയൊന്ന് തലയാട്ടി. എന്താ മോനെ ലെവിനെ, നിന്റെ ബാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഐ മീൻ, ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ജോയൽ അവനെ നോക്കി ഒരു പിരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. നോ മാൻ. ഒട്ടും വെയിറ്റ് കുറയ്ക്കാതെ പറഞ്ഞുകൊണ്ട് ലെവിൻ സീറ്റിലേക്ക് ഇരുന്നതും ജോബിനും കാശിയും കൂടി അവന്റെ മേലേക്ക് ചാടി വീണു. മമ്മ. സീറ്റിലേക്ക് ചാഞ്ഞു വീഴുന്നതിനിടെ കൂടെ ലെവിൻ ഉറക്കെ വിളിച്ചു പോയി. അയ്യോ ലെവി. മാധു പെട്ടെന്ന് സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഏയ് പേടിക്കേണ്ട, താനിവിടെ ഇരിക്ക്. അതവര് അളിയന്മാര് തമ്മിൽ തീർത്തോളും. താൻ ടെൻഷൻ ആവേണ്ട, ഇതൊക്കെ ഇടയ്ക്കുള്ളതാ, ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കേ വേണ്ട. അവളെ സീറ്റിലേക്ക് തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് കൃഷ്ണ പറഞ്ഞു. ആ പിള്ളേ, ഷോ ഒരുപാട് കാണിച്ചാൽ രണ്ടിനെയും കൂടി തൂക്കിയെടുത്ത് റോഡിലെറിയും, കേട്ടല്ലോ? അവന്റെ അമ്മായിയുടെ ജാട. ആ പെണ്ണ് ഇതിലും വലുത് എന്തോ വരാതിരുന്നതാ, അതിങ്ങനെ പോയി, അത്രയേ ഉള്ളൂ. അതിനിത്ര വെയിറ്റിന്റെ ആവശ്യമില്ല, കേട്ടോടാ. ലെവിന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ജോബിൻ പതിയെ പറഞ്ഞു. അളിയ പിടിവിട്, അവളെങ്ങാനും കണ്ടാൽ എന്റെ വില പോകും, അല്ലെങ്കിൽ തന്നെ പുല്ല് വിലയാണ്. നല്ല മോനല്ലേ, വിടടാ, ലെവിൻ കെഞ്ചി. ജോബിൻ തലയാട്ടിക്കൊണ്ട് അവന്റെ ഷർട്ടിലെ പിടിവിട്ടു. നിന്നോടിനി പ്രത്യേകം പറയണോടാ, കൈ വിടടാ പുല്ലേ. ജോബിൻ വിട്ടിട്ടും തന്റെ കയ്യിലെ പിടിവിടാതെ നിൽക്കുന്ന കാശിയെ നോക്കി ലെവിൻ ദയനീയമായി പറഞ്ഞു. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് കാശി അവന്റെ മേലുള്ള പിടിവിട്ടു. ഓഹ് ഭാഗ്യം, അല്ലെങ്കിൽ ഈ ബുദ്ധിയില്ലാത്തമാര് എന്നെ കൊന്നേനെ. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഷർട്ടെല്ലാം പിടിച്ച് നേരെ ഇട്ടുകൊണ്ട് ലെവിൻ സ്വയം പറഞ്ഞു. കിട്ടാനുള്ളതെല്ലാം കിട്ടിയില്ലേ, ഇനി പറ, ഇതിനെ എങ്ങനെ ഒപ്പിച്ചു? നീ എന്ത് കാണിച്ചാ ആ കൊച്ചിനെ വശീകരിച്ചെടുത്തത്?
അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ജോയൽ അവനെ ചൂഴ്ന്നു നോക്കി. ഫ, അനാവശ്യം പറയുന്നോടാ. ഞാൻ ട്രൈ ചെയ്തതാടാ, ട്രൈ. എൻ്റെ ട്രൈ കണ്ട് അവൾ വീണു. സുരാജേട്ടനെ പോലെ ഡ്രാമാറ്റിക്കായി പറഞ്ഞുകൊണ്ട് ലെവിൻ വീണ്ടും വെയിറ്റിട്ടു. ഡാ വേണ്ട വേണ്ട, വെയിറ്റ് വേണ്ട, കാശി അവനെ ഓർമ്മപ്പെടുത്തി. നാറികൾ സമ്മതിക്കില്ല. മുഖം ഒരു വശത്തേക്ക് വെട്ടിച്ചുകൊണ്ട് ലെവിൻ ചുണ്ടുകൊട്ടി. ആ പറയടാ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ഇതിനെ എവിടുന്ന് ഒപ്പിച്ചു നീ? കാശി ആകാംക്ഷയോടെ ചോദിച്ചു. എൻ്റെ ക്ലാസ്മേറ്റാണ് മാധുരി. എനിക്ക് അവളോട് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും തോന്നിയിരുന്നില്ലടാ. അവളോടൊന്നല്ല, അങ്ങനെ ആരോടും തോന്നിയിട്ടില്ല. കോളേജിൽ ആദ്യമായി ചെന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ എന്നോട് വന്ന് അവളുടെ ഇഷ്ടം പറഞ്ഞു. സ്പോട്ടിൽ തന്നെ ഞാൻ റിജക്റ്റ് ചെയ്തു. അവൾക്കത് വല്ലാത്ത സങ്കടം തന്നെയായിരുന്നു. പക്ഷേ പിന്മാറാൻ അവൾ ശ്രമിച്ചില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്ന് എന്നെ ഒരുപാട് ശല്യം ചെയ്തു. സാധാരണ ആൺപിള്ളേരാണ് പെൺപിള്ളേരുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുക. ഇവിടെ നേരെ തിരിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ അതൊന്നും അംഗീകരിച്ചു കൊടുത്തില്ല. എൻ്റെ പിറകെ നടക്കരുതെന്ന് പറഞ്ഞ് വാൺ ചെയ്തു. ഒരു വട്ടം സതി കേട്ട് ഞാൻ അവളെ തല്ലുകയും ചെയ്തു. അന്നാണ് അവൾക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അടിച്ചപ്പോൾ നിറഞ്ഞ അവളുടെ കണ്ണുകൾ അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. അടികൊണ്ട വേദന അവൾക്കൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ എൻ്റെ അവഗണന അതവളെ നോവിച്ചു. ആ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് അതെനിക്ക് മനസ്സിലായി. പിന്നീട് അവൾ എന്നെ ശല്യം ചെയ്യാനായി വന്നിട്ടേയില്ല. കാണുമ്പോഴൊക്കെ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പക്ഷേ അന്നത്തെ സംഭവത്തോടെ എനിക്ക് അവളോടുള്ള ഫീലിങ്സേ മാറിപ്പോയി. ആ കണ്ണുകൾ എൻ്റെ ഉറക്കം കെടുത്തി. എന്നോട് മാത്രമുള്ള അവളുടെ കൊഞ്ചലോടുള്ള സംസാരം, അവളുടെ നോട്ടം, ചിരി, അങ്ങനെയെല്ലാം എൻ്റെ ഉറക്കം കെടുത്തി. പിന്നെ അവളെ കാണാതെയോ അവളില്ലാതെയോ വയ്യെന്ന് തോന്നി. അതൊക്കെ പറയാനായി അവൾക്കടുത്ത് ചെല്ലുമ്പോഴേക്കും എന്നെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അവൾ ഒഴിഞ്ഞു മാറി. അവസാനം പിടിച്ചു നിർത്തി ഞാൻ തല്ലിയ കവളിൽ തന്നെ ഒരു ഉമ്മയും കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ മതി ഈ ലെവിൻ്റെ പാതിയായിട്ട് ഈ ജന്മം ജീവിച്ചു തീർക്കാനെന്ന്. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവൾ എനിക്ക് മറുപടി തന്നില്ല. കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. പിന്നെ അവളുടെ കൂടെ പോയി ഞാനും. ക്ലാസ് റൂമിൻ്റെ ഒഴിഞ്ഞൊരു കോണിലിരുന്ന് കരയുന്നവൾക്ക് അടുത്ത് ചെന്നിരുന്നപ്പോൾ അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ മനസ്സ് തുറന്നില്ലായിരുന്നുവെങ്കിൽ അന്നോടെ അവൾ ഈ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു എന്നോട്. ഞെട്ടിപ്പോയി ഞാൻ. എനിക്ക് വേണ്ടി ഒരു പെണ്ണ് ഇത്രയൊക്കെ ചെയ്യുമെന്ന് കേട്ടപ്പോൾ വല്ലാതെ നൊന്തു എനിക്ക്. പിന്നീട് ഒന്നും നോക്കിയില്ല, ആരെക്കുറിച്ചും ഓർത്തില്ല. അവളെ സ്നേഹിച്ചു. എൻ്റെ ഉള്ളിലെ പ്രണയം മുഴുവൻ അവൾക്ക് കൊടുത്തു. അവൾ എൻ്റെ മാത്രം മാധുവായി, ഞാൻ അവളുടെ ലെവിയും. അന്നു മുതൽ ഇന്ന് വരെ വേദനിപ്പിച്ചിട്ടില്ല ഞാൻ അവളെ, ഇനി വേദനിപ്പിക്കില്ല. മരിക്കുവോളം അവൾ മതി ലെവിന്. പറഞ്ഞു തീരുമ്പോൾ ലെവിൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു പോയിരുന്നു. ഹേയ്, എന്താടാ ഇത്? നീ ഇത്ര സില്ലിയാണോ? ജോയൽ അവൻ്റെ പുറത്ത് പതിയെ തട്ടി. ലെവിൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് നമ്മുടെ പെൺപിള്ളേരും മാധുവും ഇരിക്കുന്നത്. കൃഷ്ണയും ജെസിയും ലിയയും ഒക്കെ കണ്ണു തുടയ്ക്കുന്നുണ്ട്. പക്ഷേ മാധുവിൻ്റെ മുഖത്ത് പുഞ്ചിരിയാണ്. ലെവിനോടുള്ള വിശ്വാസത്തിൻ്റെ, പ്രണയത്തിൻ്റെ പുഞ്ചിരി. അവൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ലെവിനടുത്തേക്ക് ചെന്നു. അവൻ്റെ തൊട്ടരികിൽ ഇരുന്നു കൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി. ജോയലും കാശിയും ജോബിനും അവർക്ക് വേണ്ടി അവിടെ നിന്ന് മാറിക്കൊടുത്തു. ലെവിൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ പുഞ്ചിരിയിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് അവൾ അവൻ്റെ തോളിലേക്ക് തൻ്റെ തല ചാരി വെച്ചു. ലെവിൻ്റെ ചുണ്ടുകൾ പതിയെ വളരെ മൃദുലമായി അവളുടെ നെറ്റിയിൽ അമർന്നു. അവൾ നിർവൃതിയോടെ കണ്ണുകളടച്ചു. ആ യാത്രയിൽ എല്ലാവർക്കുമൊപ്പം ഒരു പുതിയ പ്രണയജോഡിയുടെ മികവോടെ അവരും പങ്കുചേർന്നു. വൈകുന്നേരത്തോടു കൂടി തന്നെ അവർ തോട്ടത്തിലെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. ജോ, ഇതാണോ നിങ്ങളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ്? തൻ്റെ മുന്നിൽ കാണുന്ന ഏക്കറോളം വരുന്ന വസ്തുവിൻ്റെ ഒത്ത നടുവിലായി സ്ഥിതി ചെയ്യുന്ന 2 നിലകളുള്ള ആ വലിയ വീട്ടിലേക്ക് നോക്കി കൃഷ്ണ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. അവളുടെ അതേ നിൽപ്പ് തന്നെയായിരുന്നു ജോബിൻ ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെയും. കൃഷ്ണയുടെ ചോദ്യത്തിന് ജോയൽ പുഞ്ചിരിയോടെ തലയാട്ടി. മുറ്റം നിറയെ പൂക്കൾ നിറഞ്ഞ ചെടികളും അവയെ മൂടി നിൽക്കുന്ന കോടമഞ്ഞും അങ്ങനെയെല്ലാം അവർക്കൊരു പുതുമയേകുന്ന കാഴ്ചയായിരുന്നു. ഒറ്റ കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും ആ ബംഗ്ലാവും പരിസരവും നന്നായി ഇഷ്ടപ്പെട്ടു. ആഹാ, എത്തിയോ എല്ലാവരും? അവർ വീടിൻ്റെ ഭംഗി നോക്കി നിൽക്കുമ്പോഴാണ് പുറകുവശത്തു നിന്നും 40-നടുത്ത് പ്രായം വരുന്ന ഒരാൾ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നത്. ആഹാ, ഗൃഗറിച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നോ? താരമ്മ എവിടെ? അയാളെ കണ്ടതും പുഞ്ചിരിയോടെ അയാൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് ജോയൽ ചോദിച്ചു. അകത്തുണ്ട് മോനെ, നിങ്ങൾ വരുന്നെന്ന് അറിഞ്ഞതോടെ നിങ്ങൾക്ക് കഴിക്കാൻ ആഹാരം ഉണ്ടാക്കുന്ന തിരക്കിലായി അവൾ. അത് ശരി, അപ്പോൾ ഇന്ന് താരമ്മയുടെ സ്പെഷ്യൽ കറികൾ കൂട്ടി ഒരു തട്ട് തട്ടാം അല്ലേ? കുസൃതി നിറഞ്ഞ ജോയലിൻ്റെ ചോദ്യം കേട്ട് ഗ്രിഗറി പുഞ്ചിരിയോടെ തലയാട്ടി. വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറു മക്കളെ. ഗ്രിഗറി വിനയത്തോടെയും സ്നേഹത്തോടെയും എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അയാൾക്കും ഒരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് അകത്തേക്ക് കയറി. ഗൈസ്, ഇതാണ് ഗ്രിഗറിച്ചായൻ, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ് പുള്ളി. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആളോട് പറഞ്ഞാൽ മതി, സ്പോട്ടിൽ സാധിച്ചു തരും. അതിന് ഞാൻ ഗ്യാരണ്ടി.
ഹാളിലേക്ക് കയറിയ ഉടനെ ജോയൽ ഗ്രിഗറിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അവരെ ഗ്രിഗറിക്കും ജോയൽ പരിചയപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ സംസാരിക്ക്, ഞാൻ ഗ്രിഗറിച്ചായൻ്റെ സഹധർമ്മിണിയെ ഒന്ന് കണ്ടിട്ട് വരാം. പറയുന്നതിനൊപ്പം ജോയലിൻ്റെ കാലുകൾ കിച്ചന്റെ ഭാഗത്തേക്ക് ചലിച്ചു. അവൻ ശബ്ദമുണ്ടാക്കാതെ അവിടേക്ക് ചെല്ലുമ്പോൾ താര ഓടി നടന്ന് പണികൾ ചെയ്യുകയാണ്. എന്നതാ താര കൊച്ചെ, ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നല്ലോ. തൻ്റെ ശബ്ദം ചെറുതായൊന്ന് മാറ്റി അല്പം മസിൽ പിടിച്ച് ജോയൽ ചോദിച്ചതും ആ ശബ്ദത്തിൻ്റെ ഉടമയെ മനസ്സിലായതുപോലെ താര പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആഹാ, എത്തിയോ നീ? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? ജോയലിനെ കണ്ടതും അവനടുത്തേക്ക് വന്നുകൊണ്ട് താര അല്പം പരിഭവത്തിൽ ചോദിച്ചു. അതെന്ത് ചോദ്യമാ താരാമ്മേ, ഈ ജോയൽ അങ്ങനെ മറക്കുമോ ഈ വഴിയൊക്കെ? ജോയൽ അവളുടെ കവളിൽ പിടിച്ചെന്ന് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ഉവ്, എന്നിട്ടാണല്ലേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങളെയൊക്കെ കാണാൻ ഇങ്ങോട്ട് വരാതിരുന്നത്? താര പരിഭവത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി. ആ, പിണങ്ങാതെ താരമ്മേ, അല്പം വൈകിട്ടാണേലും ഞാൻ വന്നില്ലേ? ജോയൽ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ നീ സോപ്പിട്ട് മയക്കിക്കോ, പക്ഷേ പൊന്നുവിനോട് ഈ കളി നടക്കുമെന്ന് നീ കരുതുകയേ വേണ്ട. ഉടനെ വരുമെന്ന് പറഞ്ഞു പോയതല്ലേ നീ ഇവിടുന്ന്? പിന്നെ വരുന്നത് ഇപ്പോഴല്ലേ? നിന്നോട് മിണ്ടുകയേ ഇല്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുകയാണ് പെണ്ണ്. അവൾ വരുമ്പോൾ കിട്ടുന്നത് വാങ്ങിക്കോ. താരയുടെ ഈ ഡയലോഗ് കേട്ടുകൊണ്ടാണ് കൃഷ്ണയും നമ്മുടെ പിള്ളേര് സെറ്റും അവിടേക്ക് വരുന്നത്. താരയെ കണ്ടപ്പോൾ തന്നെ ജോയൽ പറഞ്ഞ ഗ്രിഗറിയുടെ ഭാര്യയാണ് അവരെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ അവർ പറഞ്ഞ പൊന്നുവിനെ ആർക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല. കർത്താവെ, പണി പാളിയോ? അവളെന്നെ കൊല്ലുവോ? ജോയൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു. സംശയമുണ്ടോ? അവളാകെ ദേഷ്യത്തിൽ നിൽക്കുക. നിനക്ക് എന്തായാലും കിട്ടും. താര ചുണ്ടുകൾ കൂട്ടിക്കടിച്ച് ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനിനി എന്തു പറഞ്ഞെന്നാ താരമ്മ അവളെ സമാധാനിപ്പിക്കുക? ജോയൽ വിഷമത്തോടെ ചോദിച്ചു. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അവളിവിടെ ഇല്ല. വരുമ്പോഴേക്ക് നമുക്ക് സംസാരിക്കാം. താര അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആരടാ ഈ പൊന്നു? ഇവൻ്റെ മുഖം കണ്ടിട്ട് ഇവൻ്റെ കാമുകിയുടെ കാര്യം പറഞ്ഞ പോലെ ഉണ്ടല്ലോ. എന്താ ഒലിപ്പീര്? സംശയത്തോടെ ലെവിൻ കാശിയുടെ കാതിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് രഹസ്യം പോലെ പറഞ്ഞു. അവൻ പതിയെയാണ് പറഞ്ഞതെങ്കിലും അവൻ്റെ അടുത്ത് നിന്ന കൃഷ്ണയുടെ കാതുകളിൽ അത് നല്ല വ്യക്തമായി തന്നെ പറഞ്ഞു. അവളുടെ മുഖം നൊടിയിടയിൽ വീർത്തു. ആ, ആർക്കറിയാം? ജോബി, നീ മുമ്പ് പറയാനുള്ള ഇവൻ്റെ തോട്ടത്തിലെ സെറ്റപ്പാണോ ഈ പൊന്നും? ആണെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇവനിപ്പോൾ ആ പെണ്ണിൻ്റെ കാര്യം കേട്ട് ഇങ്ങനെ ടെൻഷനാകേണ്ട കാര്യം എന്താ? ലെവിൻ്റെ ചോദ്യം കേട്ട് കാശി ജോബിനോട് ചോദിച്ച മറുചോദ്യവും അവൻ്റെ മറുപടിയും കൂടി കേട്ടതും കൃഷ്ണയുടെ ഉള്ള സമാധാനവും കൂടി പോയി. കോളേജിൽ പഠിക്കുമ്പോൾ ജോബിൻ തോട്ടത്തിലെ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ് ജോയലിനെ കളിയാക്കുന്നത് അവൾ ഓർത്തു. അടുത്ത നിമിഷം അവൾ വെട്ടിത്തിരിഞ്ഞ് ഒറ്റപ്പോക്കായിരുന്നു ഹാളിലേക്ക്. അവളുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ പെൺപിള്ളേർക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ജോയലിന് പെട്ടെന്നൊന്നും കത്തിയില്ല. അവനൊരു സംശയത്തോടെ അവൾ പോയ വഴിയെ നോക്കി. ഞാനിപ്പോൾ വരാൻ താരാമേ, നിങ്ങൾ സംസാരിക്കുക. താരയോട് പറഞ്ഞുകൊണ്ട് ജോയൽ പതിയെ കൃഷ്ണയ്ക്ക് പിറകെ അവിടേക്ക് നടന്നു. നിങ്ങളൊക്കെ പോയി കുളിച്ച് ഫ്രഷ് ആയി വാ മക്കളെ, എന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. യാത്ര ചെയ്ത് ആകെ ക്ഷീണിച്ചു കാണും. താര വാത്സല്യത്തോടെ പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ഹാളിലേക്ക് തിരികെ പോയി. കൃഷ്ണ, ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ വാതിലിനോട് ചേർന്ന് നിൽക്കുന്ന കൃഷ്ണയുടെ പിറകിൽ ചെന്നുകൊണ്ട് ജോയൽ അവളെ വിളിച്ചു. കൃഷ്ണ തിരിഞ്ഞു നോക്കിയില്ല. തൻ്റെ വീർപ്പിച്ച മുഖത്തോടെ അവൾ അങ്ങനെ തന്നെ നിന്നു. നിനക്കെന്ത് പറ്റി? എന്തിനാ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വച്ചിരിക്കുന്നത്? ജോയൽ ചോദിച്ചെങ്കിലും കൃഷ്ണ അതിന് മറുപടി കൊടുത്തില്ല. അപ്പോൾ തന്നെ ഏകദേശ കാര്യം എന്താണെന്ന് ജോയലിന് പിടികിട്ടിയിരുന്നു. നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും മനസ്സിൽ ചിന്തിച്ചു കൂട്ടണ്ട. പൊന്നുവിൻ്റെ കാര്യം കേട്ടിട്ടാണോ നീ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വച്ചിരിക്കുന്നത്? ജോയൽ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ജോയിച്ചോ, നീ ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. പൊന്നുവിൻ്റെ കാര്യം കേട്ട് അവനോട് എന്തോ പറയാനായി കൃഷ്ണ തിരിഞ്ഞതും പിറകിൽ നിന്നും ജോയലിനെ ലെവിൻ വിളിച്ചതും ഒരുമിച്ചായിരുന്നു. ജോയൽ പെട്ടെന്ന് കൃഷ്ണയുടെ അരികിൽ നിന്നും അവനടുത്തേക്ക് നടന്നു. അതുകൂടി കണ്ടതും കൃഷ്ണയുടെ ദേഷ്യം കൂടി. അവളുടെ അടുത്തേക്ക് അപ്പോഴേക്കും പെൺപടകളെത്തി. എന്താ? തന്നെയും വലിച്ചുകൊണ്ട് പെൺപിള്ളേർ നിൽക്കുന്നിടത്ത് നിന്നും അല്പം മാറി ഹാളിൻ്റെ മറ്റൊരു വശത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയ ലെവിനെയും അവൻ്റെ കൂടെ നിൽക്കുന്ന കാശിയെയും ജോബിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ജോയൽ ചോദിച്ചു. ആരാടാ ഇവരൊക്കെ? ഏതാ ഈ പൊന്നു? ജോബിനാണ് ചോദ്യം ചോദിച്ചത്. ഓ, അതാണോ? ഗ്രിഗറിച്ചായനും താരാമ്മായി നമ്മുടെ തോട്ടത്തിലെ ജോലിക്ക് നിൽക്കുന്നതാ. എന്നോട് അടുപ്പം കൂടുതലുള്ളത് കൊണ്ട് ബംഗ്ലാവ് നോക്കാൻ ഞാനാ അവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വെറുതെ പൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പാവങ്ങളാ. ഗ്രിഗറിച്ചായൻ സ്നേഹിച്ചു വിവാഹം കഴിച്ചതാണ് താരാമ്മയെ. അവരുടേത് ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് വീട്ടുകാരൊക്കെ ഇട്ടേച്ചു പോയി. അവർക്ക് വേറെ ആരുമില്ല. എന്നെ അവർ മോനെ പോലെയാണ് കാണുന്നത്. നിന്റെ പ്രസംഗം നിർത്തും മോനെ. ആദ്യം പൊന്നുവിൻ്റെ കാര്യം പറ. ആളെങ്ങനെയാ? കാണാൻ സുന്ദരിയാണോ? ജോയൽ പറയുന്നത് കേട്ട് ബോറടിച്ചപ്പോൾ ലെവിൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ലെവി, അവനത് ചോദിച്ചപ്പോൾ തന്നെയാണ് പിറകിൽ നിന്ന് മാധുവിൻ്റെ
വിളി വരുന്നത്. കർത്താവേ, തീർന്നു. ചോദിച്ചത് വല്ലതും കേട്ടിട്ടുണ്ടോ ആവോ? ലെവിൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. തൊട്ടുപിറകിൽ തന്നെ മാറിൽ കൈകൾ കെട്ടി അവനെ തുറിച്ചു നോക്കി നിൽപ്പുണ്ട് മാധു. അവൾക്ക് പിറകിൽ തന്നെ പെൺപടകൾ എല്ലാം ഉണ്ട്. ലെവിക്കൊപ്പം ജോയലിൻ്റെയും കാശിയുടെയും ജോബിൻ്റെയും മുഖത്ത് പല പല ഭാവങ്ങൾ മാറി മറിഞ്ഞു. പെട്ടല്ലോ ഭഗവതി. കാശി ഇപ്പോൾ കരയും എന്ന പോലെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് പറഞ്ഞു. അതുപോലെയാണ് ജെസ്സിയുടെ മുഖവും വീർത്തിരിക്കുന്നത്. കുടുങ്ങിയല്ലോടാ. എല്ലാം കൂടി ഇന്ന് നമ്മളെ കൊല്ലുമെന്നാ തോന്നുന്നത്. പൊന്നു നമ്മുടെ കാലനാണെന്ന് തോന്നുന്നു. ജോബിൻ പിറുപിറുത്തു. എന്താ ഇവിടെ? കൃഷ്ണയുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ ജോയൽ അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. എന്തിനാ ഇങ്ങനെ ഇളിക്കുന്നത്? ചെവി കേൾക്കില്ലേ നിനക്ക്? കൃഷ്ണ കലിപ്പ് മോഡ് ഓണാക്കി. ജോയലിൻ്റെ ചിരി അതോടെ നിന്നു. എടീ ജോച്ചായ. ജോയൽ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് കൊഞ്ചലോടെയുള്ള ആ വിളി എല്ലാവരുടെയും കാതിൽ പതിയുന്നത്. എല്ലാവരും ശബ്ദം കേട്ടിടത്തേക്ക് ഒരുപോലെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും എന്തോ ഒന്ന് പാഞ്ഞു വന്ന് ജോയലിനെ വരിഞ്ഞു മുറുക്കിയിരുന്നു.